നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് കാട്ടിക്കൊടുത്ത, മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ സന്തോഷ് ജോർജ് കുളങ്ങര. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട്, ഇത്ര കാമറായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ? വളരെ പ്ലസന്റ് ആയിട്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടിരിക്കുന്നതാണല്ലോ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കാമല്ലാതാവണ്ടോ? എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ഞങ്ങളൊക്കെ ഇപ്പൊ, ഞാനും കെട്ടിയവനും കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരിക? ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും. നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. നന്നായിട്ടുണ്ട്. എന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്കൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, അത്രയും ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതാണോ സാർ? വായിച്ചോളൂ. അല്ല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടെന്നത് മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയതെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനത്തെ സമയം കളഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. എഞ്ചിനീയർ ആണ് സർ, ഞാൻ സിവിൾ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത ഒരാളാണ്. കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു. സാർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത്. ശരിയാണ് സാർ പറഞ്ഞാൽ, എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേനെ. അത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പയറ്റിയിട്ടൊന്നും ഒരു രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പരിപാടിയുടെ ഏക ഗുണം എന്താ അറിയോ? പൊതുവെ കേൾക്കാത്ത ഒരു പുകഴത്തിൽ കുറെ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതി. സാറേ, എനിക്കൊരു വട്ടപ്പേരുണ്ട്. പുകഴത്തിൽ അല്ല, തള്ളിസ്റ്റ് എന്നാണ് എന്നെ. കാരണം അതെനിക്ക് മനസ്സിലായി. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം? ഒരു സ്ഥലമില്ല അങ്ങനെ. എനിവേർ ഇസ് ഫൈൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ 2ാം തവണയല്ലേ വരുന്നത്. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.